ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കോളേജിൽ 2 പരിപാടിയാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നതാണ്. ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പണ്ടത്തെ മലയാള സിനിമാ ഗാനങ്ങളെ പറ്റിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ നമ്മൾ കോളേജിലെത്തിയിട്ടാ. പ്രോഗ്രാം നടക്കുന്നത് സെമിനാർ ഹാളിലാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ചെയറും കാര്യങ്ങളും നമ്മൾ ഇന്നലെ തന്നെ പിടിച്ചിട്ടിരുന്നു കേട്ടോ. ഗസ്റ്റ് വരാൻ സമയം ഉണ്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അടിയിൽ നിന്ന് വർത്താനം പറയായിരുന്നു. സ്ക്രീന് കണക്ട് ആക്കുന്നത് ആദിനെയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ, ഇത് നമ്മക്കിന്ന് പോണ്ടേ? ഇതൊക്കെ എന്ത് തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. പിന്നെ നമ്മൾ ഗസ്റ്റൊക്കെ വന്നു, പൂവൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗസ്റ്റിന് ഞാനാട്ടാ പൂ കൊടുത്തത്. പക്ഷെ സാറ് ഫോണെടുത്ത് വെക്കാൻ പറഞ്ഞു. ഉച്ചവരെ നമുക്ക് ഈ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലേറ്റായി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചോറൊക്കെ കിട്ടി. നമ്മൾ ചോറൊക്കെ കഴിച്ചു കേട്ടോ. ചോറ് നല്ല ചൂടുണ്ട് കേട്ടോ. നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സാലഡേ കിട്ടിയുള്ളൂ. പിന്നെ നമ്മളെ രണ്ടാമത്തെ പരിപാടി ആണെന്നുണ്ടെങ്കിൽ വേൾഡ് കപ്പൊക്കെ അല്ലേ, അപ്പോൾ ഒരു ഫാൻ ഷോ ആണ് കേട്ടോ. നമ്മൾ 3rd ഇയേഴ്സ് മാത്രമായിട്ട് നടത്തുന്ന ഫാൻ ഷോ ആണ്. ഫേസ് പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫേസ് പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ആദ്യം ഏട്ടയ്ക്ക് വരച്ച് തരുന്ന ബ്രസീലിൻ്റെ സിമ്പിളായിട്ടുള്ളതാട്ടോ നമ്മൾ വരച്ച്. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാമത് വരച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓരോ വീഡിയോ എടുത്തു. പിന്നെ പിൻഷയ്ക്ക് വരച്ച് ആദ്യം തന്നെ കേട്ടോ പിൻഷയ്ക്ക് വരച്ചു കൊടുത്ത്. ഓള് അർജൻറ്റീന ഫാൻ ആയതുകൊണ്ട് അർജൻറ്റീനേൻ്റെ സിമ്പിളാണ് ഓള് വരച്ചത്. അങ്ങനെ നമ്മൾ ജേഴ്സിയൊക്കെ ഇട്ട് പരിപാടിയൊക്കെ സ്റ്റാർട്ടായിട്ട്. പക്ഷേ ഫ്ലക്സ് റിവീൽ ചെയ്തെടുക്കാം. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പ്രമുഖരൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ഇവരെ വ്ളോഗ് ചേർക്കണില്ല എന്നുള്ള സങ്കടം നമുക്ക് ഈ വീഡിയോ കൂടെ മാറ്റി കൊടുക്കാം. പാവാട കട്ടി പക്കുവമ്മ ബൻറുട്ടിലെ പല്ല പയം വിത്താല ആ കാലേലെ എന്ത് മേക്കു സൂലെ പുന്ത് പിന്നെ പല്ല് വെളുപ്പം ബ്രസിലെ ആള് പല്ല് വെളുപ്പാ ബ്രസിലെ കൈകൾ തഴുത്തു കുത്തി കൈയാൽ പമ്പരം ചുറ്റി കൈകൾ തലയിൽ വെച്ചാട്ടെ. പിന്നെ എല്ലാരും കൂടെ ചേർന്ന് ഒരു പിക്ക് എടുത്തേട്ടാ. ലക്സിന്റെ താഴെ പോയിട്ട് പോർച്ചുഗൽ ഫാൻസ് ഒക്കെ ഫോട്ടോ എടുക്കണ്ടായിരുന്നു കേട്ടാ. അപ്പൊ നമ്മള് ഞാൻ ജേഴ്സിട്ട് ഫോട്ടോ വീഡിയോ എടുത്തില്ലടി. ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ എന്നാലും ഇന്നാലാവും വിധം ഞാൻ എടുത്തിക്കണ്. കൺമശിയൊക്കെ ആകെ പടർന്നിരിക്കുകയാണ്. അതിലിടയ്ക്ക് യോധരാതെന്ന ഫെബിൻ്റെ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത്. ബസ് ഇറങ്ങി ട്രെയിനിൽ കയറി സീറ്റ് പിടിച്ചപ്പോൾ നെറ്റത്തുണ്ടായിരുന്ന പൊട്ടൊക്കെ പിരികത്തി മെറ്റിക്കണം. കോമഡി എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നെറ്റത്തല്ല പൊട്ടെന്നുള്ളത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ദാറ്റ് മീൻസ് ഈ പൊട്ടി എപ്പോഴാണ് എൻ്റെ പിരികത്തുമ്പോൾ കയറിക്കണമെന്നുള്ളത് എന്നുള്ളത് തന്നെ അറിയാം. ഗായ്സ്, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഗുഡ്സിൻ്റെ ഇങ്ങനത്തെ ഒരു ട്രെയിൻ കാണാൻ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കോഫി കുടിച്ചു. കോഫി ചൂടാണെന്ന് പറഞ്ഞിട്ട് കപ്പ് എക്സ്ട്രാ വാങ്ങിച്ചിട്ട് ഒരാളിത് അവിടെ ചൂടാറ്റാണ്. വേറെ കൈത്തൊഴിലൊന്നും കിട്ടിയില്ലെങ്കിൽ ചായ അടിച്ചടക്കം ഞാൻ ജീവിക്കുന്നത് തെളിയിച്ചിരിക്കുകയാണ് നമ്മൾ ഫെബി. പിന്നെ നമ്മൾ നേരെ സ്റ്റാൻഡിൽ പോയി അവിടുന്ന് വീട്ടിലേക്കുള്ള ബസ്. അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ. ജേഴ്സി ഇട്ടിട്ടുള്ള വീഡിയോ എടുത്തില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ പിക്ക് ആഡ് ചെയ്യാം.